ബൈബിളിൻ പിക്ചേഴ്സാണ്. പിന്നെ അതെല്ലാം പിക്ചറായിട്ടാണ് കാണിക്കുന്നത്. പുതിയ നിയമം തോന്നുന്നു അല്ലേ? പുതിയ നിയമം. അത് ഇംഗ്ലീഷാണ് മൊത്തം? ഇംഗ്ലീഷാണ്. ഈശോ കഴുതപ്പുറത്ത് ഓശാനയുടെ ബൈബിളിൻ്റെ മുഴുവൻ ഭാഗങ്ങളുണ്ടോ ഇത്? ഉണ്ട്. ക്രിസ്തീയ വിശ്വാസം ജീവിക്കുന്നവർ മിക്കവാറും ആൾക്കാർ ഈ ബൈബിള് കൈകാര്യം ചെയ്യുന്നതാണ്. അതിൽ ചിലരൊക്കെ സകല ഭാഷകളിലും ഉള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള വിവർത്തനങ്ങൾ കൈപ്പറ്റി അങ്ങനെ ഒരു സംരംഭം എൻ്റെ മകനിവിടെ തുടങ്ങി. അതിൻ്റെ ആവർത്തനമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 110 രാജ്യങ്ങളിൽ നിന്നുള്ള പുസ്തകങ്ങൾ, ബൈബിളുകളുണ്ട് അല്ലേ? ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ ഭരണങ്ങാനം പഞ്ചായത്തിലുള്ള നരിക്കാട്ട് ഡെന്നീസിൻ്റെ അടുത്താണ്. ഡെന്നീസ് ഒരു കർഷകനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ധാരാളം ബൈബിളിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് കാണുകയും പരിചയപ്പെടുകയും ചെയ്യാം. അതൊക്കെ റോബസ്റ്റ് നല്ല കൊലയാണല്ലോ നിൽക്കുന്നത്. ഈ സ്ഥലത്ത് നേരത്തെ എന്തായിരുന്നു കൃഷി ചെയ്തത്? റബ്ബർ വെട്ടിയതിന് ശേഷം കമുകും ഈ വാഴയെല്ലാം വെച്ചു അല്ലേ? റബ്ബർ നഷ്ടമായതുകൊണ്ടാണോ ഇങ്ങനെ? റബ്ബർ നഷ്ടമാണ്. വില ഒരു കാലത്ത് തീർത്ത് വില കുറഞ്ഞു പോയാലോ. അത് നമുക്ക് പിന്നെ എല്ലാ കൂട്ടം കൃഷി ഇരിക്കട്ടെ, റബ്ബറിന് വില പറഞ്ഞാൽ കമുക് അടയ്ക്കായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകാം എന്നുള്ള. കമുകിന് വിലയുണ്ട്, അടയ്ക്കായ്ക്ക് വിലയുള്ളതുകൊണ്ട് അല്ലേ? അതുപോലെ ഈ ഇതൊക്കെ നല്ല മുഴുത്ത റോബസ്റ്റ കൊലയാണല്ലോ. എനിക്ക് തോന്നുന്നു ഒരു 50 കിലോ ഒക്കെ വരാൻ സാധ്യത ഉണ്ട് അല്ലേ? ഇതിനെന്തൊക്കെയാ ഈ വളങ്ങളൊക്കെ ചെയ്യുന്നത്? ഇത് ജൈവ കൃഷിയിലാണ്. രാസവളം ഇതുവരെ ചെയ്തിട്ടില്ല. രാസവളം ചെയ്യാതെയാണ്? രാസവളം ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ ആളുകൾ പറയുന്നത് രാസവളം ഉപയോഗിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള മുഴുത്ത കൊലകൾ കിട്ടാൻ സാധ്യത കുറവാണ്, വെറുതെ പറയുന്നല്ലേ? ഫലപുഷ്ടിയുണ്ട്, അതിൻ്റെ ഉണ്ട്. ഡെന്നീസ്, ഈ കൃഷിപ്പണി അല്ലാതെ വേറെ എന്തൊക്കെ പരിപാടികളുള്ളേ? കൃഷിപ്പണി അല്ലാതെ എൻ്റെ എനിക്ക് മെയിനായിട്ട് ബൈബിൾ ശേഖരണമുണ്ട്. ബൈബിള്, നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, പുരാവസ്തുക്കൾ, അതിൻ്റെയൊക്കെ ശേഖരണങ്ങളുണ്ടല്ലേ? ഉണ്ട്. എത്ര വർഷമായി ഇങ്ങനെ ഈ ഇതൊക്കെ ശേഖരിക്കുന്നത്? ശേഖരണം തുടങ്ങിയിട്ട് 13 വർഷത്തോളമായി. എത്ര ബൈബിളുണ്ട്? ബൈബിൾ ഇപ്പോൾ ഒരു 500 മുകളിലുണ്ട്. 500 മുകളിൽ. 500 ഭാഷയിലുള്ള? 500 ഭാഷയില്ല, ഒരു 110 ഭാഷയിലുള്ള ബൈബിളുണ്ട്. 145ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ബൈബിളുകളുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ബൈബിൾ ശേഖരണം നടന്നുകൊണ്ടിരിക്കുന്നു. പലയിടത്തുനിന്നും പലരോടും നമുക്ക് പരിചയപ്പെടുന്നവരോടൊക്കെ ചോദിക്കും, കിട്ടും. പിന്നെ ഞങ്ങളുടെ നാട്ടുകാരായ സുഹൃത്തുക്കൾ ഒത്തിരി പേര് നൽകിയിട്ടുണ്ട്. ബന്ധുക്കൾ, അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, അങ്ങനെയുള്ളവരിൽ നിന്നാണ് കൂടുതലും ബൈബിൾ കളക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനായിട്ട് ഒത്തിരി സഞ്ചരിക്കാറുണ്ട്, ഒത്തിരി യാത്ര ചെയ്യാറുണ്ട്. പോകുന്ന വഴിക്കൊക്കെ എവിടെയെങ്കിലും ബൈബിൾ കിട്ടുമെന്ന് അന്വേഷിക്കാറുണ്ട്. കിട്ടുന്നുണ്ട്, അത് വാങ്ങിക്കുകയും ചെയ്യും. അതെല്ലാം നമ്മുടെ ശേഖരത്തിൽ കൂട്ടും അല്ലേ? ഈ നാണയശേഖരമൊക്കെ എത്ര നാളായി തുടങ്ങിയിട്ട്? നാണയശേഖരണം എൻ്റെ സ്കൂൾ കാലം മുതലുണ്ട്. അന്നൊക്കെ ചെറിയ തോതിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പം പൊതുവേ ഈ നാണയശേഖരണത്തിലൊക്കെ ആൾക്കാർ വരവ് കുറവാണ്. അതുകൊണ്ട് ഇപ്പം ഇച്ചിരി പൊതുവെ ഒരു ഡിമ്മുണ്ട്. പണ്ട് നമ്മൾ ഈ ഓരോ സ്ഥലങ്ങളിൽ പ്രദർശനമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്. പ്രദർശനത്തിന് സ്കൂളിൽ പോകാറുണ്ട്. പാലായിലൊരു ഫിലാറ്റലിക് സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റി ഉണ്ട്. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഒരു 4-5 പേര് കൂടി പ്രദർശനത്തിനൊക്കെ പോകാറുണ്ട്. സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ പോകാറുണ്ട്. അതോടൊപ്പം തന്നെ പള്ളികളിൽ ബൈബിൾ പ്രദർശനവും നടത്താറുണ്ട്. ഈ ബൈബിൾ ഇങ്ങനെ ശേഖരിക്കാനുള്ള ഒരു കാരണം എന്താ? സാധാരണ പൊതുവേ ബൈബിൾ കളക്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ബൈബിൾ കിട്ടാൻ. പിന്നെ ബൈബിൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് സാധാരണയിൽ 10-20 ഭാഷയിലൊക്കെ ബൈബിൾ പെട്ടെന്ന് കിട്ടും. അതിനപ്പുറം ബൈബിൾ ശേഖരണം എന്ന് പറഞ്ഞാൽ കിട്ടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇന്ന് ചിലവ് വളരെ കൂടുതലാണ്. നമ്മളൊരു 10-25 പേരെങ്കിലും ചോദിച്ചാലേ ഒരെണ്ണം അന്ന് നമുക്ക് കിട്ടുകയുള്ളൂ. അത് നമ്മൾ ഒരു പ്രാവശ്യം ചോദിച്ചാൽ ചിലപ്പോൾ അത് നാട്ടിൽ വരുന്നവരെ, വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു നാട്ടിൽ വരുമ്പോഴുള്ളൂ. ചിലപ്പോൾ 1 വർഷം 2 വർഷം അങ്ങനെയൊക്കെ സമയം എടുത്തു തരും. എന്നാലും ഇതുമായിട്ട് ഫലപ്രദമായിട്ട് ഇത്തരം എൻ്റെ ജീവിതത്തിലൊരു നല്ല ഇതാണ് ഇത്തരം ബൈബിൾ കളക്ട് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചതെന്ന് ഞാൻ കരുതുന്നു. എത്ര ഭാഷയിലുണ്ടെന്നാണ് പറഞ്ഞേ? 110 ഭാഷ. 110. അതിനകത്ത് ഡെന്നീസിന് എത്രയൊക്കെ ഭാഷ അറിയാം? എനിക്ക് അറിയാവുന്നത് മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, എല്ലാ ഭാഷയും സംസാരിക്കാൻ അറിയാമല്ലോ. എഴുതാൻ അത്രയും ബാക്കിയുള്ള. അത്യാവശ്യം വായിക്കാൻ അറിയാമോ? അത്യാവശ്യം വായിക്കാൻ ഹിന്ദി കുറേശ്ശെ, തമിഴ് അറിയില്ല. അല്ല, നമ്മൾ ഈ ബൈബിള് ഈ ഭാഷ പിന്നെ ഏതെങ്കിലും ഭാഷയിലാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ അന്നേരം? അതകത്തെല്ലാം പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ഭാഷയുടെ ഓരോ ഭാഷയുണ്ട്, അങ്ങനെ തിരിച്ചറിയാൻ പറ്റും.
മിക്കവാറുമുള്ള എല്ലാ ബൈബിളുകളിലും ഏത് ഭാഷയിലാണ് അത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് പ്രിൻ്റ് ചെയ്തത്, ആ വർഷവും മിക്കവാറുള്ള എല്ലാ ബൈബിളിലും തന്നെ ഉണ്ട്. ഈ ഇങ്ങനെയുള്ള ഈ ബൈബിൾ ശേഖരണമൊക്കെ നടത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ആദരങ്ങളോ ബഹുമാനങ്ങളോ ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ജൈവ കൃഷി നടത്തിയതിന് എൻ്റെ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ബൈബിൾ നടത്തിയതിൻ്റെ പേപ്പറുകളിലൊക്കെ വന്നതല്ലാതെ അത്ര വാർത്തകളൊക്കെ വന്നിട്ടുണ്ടോ അല്ലേ? മനോരമ പത്രത്തിൽ വാർത്ത വന്നായിരുന്നു അല്ലേ? മനോരമയിലുണ്ടായിരുന്നു, സൺഡേ ചാനലിലുണ്ടായിരുന്നു, വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ടുണ്ട്. ഈ ചെറുപ്പത്തിലെ ഇങ്ങനെ നാണയശേഖരണമൊക്കെ നടത്തുമ്പം അന്ന് പ്രോത്സാഹനമൊക്കെ കിട്ടിയിരുന്നോ? അന്നങ്ങനെ പ്രോത്സാഹനം നമുക്ക് കിട്ടുന്ന പൈസ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതിനപ്പുറം അങ്ങനെ പ്രോത്സാഹനമൊന്നും ലഭിച്ചിട്ടൊന്നും. ഇപ്പോൾ ഈ ചെറുപ്പത്തിലെ കിട്ടിയ ആ ഒരു ഉണർവാണ് ഈ പിന്നീട് ഈ ബൈബിൾ ശേഖരണത്തിലേക്ക് തീർച്ചയായും തിരിയാനുള്ള കാരണം അല്ലേ? ഇങ്ങനെ സംഘടനകളുള്ള ഇതിനായിട്ട് ആൾക്കാരുണ്ടെന്നൊന്നും കൃത്യമായിട്ട് അറിയത്തില്ലല്ലോ. ഈ സംഘടനകളിലൊക്കെ ചേർന്നതിന് പല എക്സിബിഷനൊക്കെ കാണേണ്ടതിന് അപ്പുറമാണ് കൂടുതൽ അറിവ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൂടുതൽ ആൾക്കാരുമായിട്ട് കണക്ഷൻ വരും. നമ്മൾ ചെറുപ്പത്തിൽ ഈ സ്റ്റാമ്പ് ശേഖരണം അങ്ങനെയൊക്കെയുള്ള ഒരു ആക്ടിവിറ്റി പല കുട്ടികൾക്കും ഉണ്ട്. പക്ഷേ ഈ നാണയ ശേഖരണത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അത്യാവശ്യം ചില പൈസയും ഒക്കെ വേണം. എല്ലാത്തിനും ചിലവുണ്ട്, എല്ലാത്തിനും പൈസ ചിലവുണ്ട്. അപ്പം നമ്മൾ പല രാജ്യങ്ങളിലൊക്കെ പോയി മേടിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള കളക്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല പൈസ മുടക്കില്ലേ? പൈസ മുടക്കുന്നുണ്ട്, തീർച്ചയായും പൈസ മുടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിട്ടേൺ വല്ലതും നമുക്ക് കിട്ടുമോ? ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഒരു ഹോബി എന്നതിനപ്പുറം നമുക്കൊരു വരുമാനമായിട്ട് കാണാൻ പറ്റത്തില്ല. എല്ലാവരും ഒരു മാനസിക സംതൃപ്തിയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യുമ്പം ഇവിടുത്തെ കൃഷി കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? കൃഷിയും ഇതെല്ലാം നോക്കിയിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഫുൾ ടൈം കൃഷിയാണ്. കൃഷിയിൽക്കിടയ്ക്കാണ് നമ്മുടെ ഈ ബാക്കിയുള്ള ശേഖരത്തിനൊക്കെ പോകുന്നത് അല്ലേ? തീർച്ചയായും. അപ്പോൾ ഈ പ്രദർശനങ്ങളൊക്കെ നടത്തുമ്പം നമുക്ക് ഇവിടുന്ന് വിട്ടു നിൽക്കേണ്ടി വരികയല്ലേ? പ്രദർശനം അത് കൂടുതലും 2 ദിവസത്തെ പ്രോഗ്രാമുകളൊക്കെ കൂടുതലായിട്ടില്ല. ഒരാഴ്ചത്തേതിന് വളരെ പോകാൻ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഒരാഴ്ച വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴത്തേനും നമ്മുടെ ബാക്കി കൃഷികളെല്ലാം മൊത്തം താളം തെറ്റും. അതിനാൽ മിക്കവാറും 1 ദിവസത്തെ 2 ദിവസത്തേനാണ് കൂടുതൽ അറ്റൻഡ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ തോട്ടത്തിൽ എന്തെല്ലാം കൃഷികളാണ് ഇപ്പം നിലവിൽ ചെയ്തിരിക്കുന്നത് കവുങ്ങ് കൂടാതെ? ഇതിനകത്ത് ജാതിയുണ്ട്, വാഴയുണ്ട്, മാവുണ്ട്, തേക്കുണ്ട്, പിന്നെ പ്ലാവുണ്ട്. സമ്മിശ്ര കൃഷിയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? നമ്മളിതിന് ജൈവ കൃഷി ചെയ്യുമ്പോൾ പശു മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടോ? പശുവുണ്ട്, ഒരു പോത്തുമുണ്ട്. വളർക്കുന്നുണ്ട്. നമ്മുടെ വീടാവശ്യത്തിനുള്ള പശു, പാലിന് ഉൽപ്പാദനത്തിന് വേണ്ടി പശു സ്ഥിരമുണ്ട്. ഇതെന്താ സാധനം? ഇത് കോളാമ്പിയാണ്, തുപ്പൽ കോളാമ്പി. അതെ അല്ലേ? ഇതിൻ്റെ ശേഖരം ഉണ്ടോ? ഇതിൻ്റെ ഉണ്ട്. എത്ര ഉണ്ട്? ഇതൊരു 50 ഉണ്ട്. അത്രയുണ്ട് അല്ലേ? അപ്പോൾ എന്തൊക്കെ ശേഖരങ്ങളാണ് ഉള്ളത് ഒന്ന് പറയാം? ഒരു പഴയ ക്ലോക്കുകൾ, പഴയ റേഡിയോകൾ, തൂക്കുളക്കുകൾ, കിണ്ടി, നൊന്ത, ഫ്ലവർ വൈസുകൾ, പഴയ പെട്രോമാക്സ്, പഴയ തൂക്കുന്ന കല്ല്, പഴയ തൂക്കളവ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, പിന്നെ പഴയ ചെക്കിനൊക്കെ നമ്പർ അടിക്കുന്ന ഇതുകൊണ്ടൊരു പ്രസ് ചെയ്യുന്നൊരു മെഷീനുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം അടുക്കി വെച്ചിരിക്കുക അല്ലേ? അടുക്കി വെച്ചേക്കുക. പ്രദർശനത്തിൻ്റെ സമയത്ത് മാത്രമേ ഇതെടുക്കത്തുള്ളൂ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും പ്രദർശനം നടത്തിയായിരുന്നോ? അടുത്ത് ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പ് ഒന്നിച്ചാണ് പോകുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച മേരികാവ് ഹെൻറി ബേക്കർ കോളേജിലുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. 46 ഇന്ത്യൻ ഭാഷകളിലും 44 വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ബൈബിൾ പരിഭാഷകളും ഇദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ട്. തെലുങ്ക്, കന്നഡ, ഉറുദു, മറാഠി, സംസ്കൃതം, കുക്കി, പഞ്ചാബി, കാശ്മീരി, തുളു, അസമീസ് തുടങ്ങിയ ഒട്ടേറെ ഇന്ത്യൻ ഭാഷകളിലും കൊറിയ, സ്വീഡൻ, പോളണ്ട്, ഇത്യോപ്യ, ബൾഗേറിയ, കെനിയ, പോർച്ചുഗൽ, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള ഒട്ടേറെ വിദേശ രാജ്യങ്ങളിലെയും ബൈബിളുകൾ ഡെന്നീസിൻ്റെ ശേഖരത്തിലുണ്ട്. മാതാപിതാക്കളായ വർക്കി ചിന്നമ്മ ദമ്പതികളുടെ മകനായ ഡെന്നീസിൻ്റെ ഭാര്യ ബിന്ദുവാണ്. മക്കളായ എഡ്വിൻ, ഇവാൻ, ഇയോൺ എന്നിവരുടെ സഹായവും പിന്തുണയും ഡെന്നീസിന് ലഭിക്കാറുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.